നമസ്കാരം. പ്രോലാബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ തികച്ചും കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടുന്ന കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ സെമസ്റ്ററിലെയും കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകൾ യൂണിവേഴ്സിറ്റി സിലബസ് അടിസ്ഥാനമാക്കി ഓരോ എക്സ്പെരിമെൻറ്റും ഓരോ വീഡിയോകൾ ആക്കിയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിന് മേൽ ഈ മേഖലയിൽ പരിജ്ഞാനം നേടിയിട്ടുള്ളവർ ചേർന്നാണ് ഈ ചാനലിലെ ഓരോ വീഡിയോയും തയ്യാറാക്കുന്നത്. ഓരോ എക്സ്പെരിമെൻറ്റും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം വിശദമായി വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രോഗ്രാം ഡെമോ ചെയ്ത് കാണിക്കുന്നതുമാണ്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ അത് എങ്ങനെ സോൾവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് പ്രോഗ്രാം സ്വന്തമായി ചെയ്തു നോക്കുക. പ്രോഗ്രാം സ്വന്തമായി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രമേ ഇതിലെ പ്രോഗ്രാം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിലെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി K2 സിലബസിലെ ലാബുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1-2 സെമസ്റ്ററിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാബുകളൊന്നുമില്ല. 3-ാം സെമസ്റ്ററിൽ 2 ലാബുകളാണുള്ളത്. ഒന്ന് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ലാബ്, അത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്യേണ്ടത്. അടുത്തത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാബ്, ഇത് ജാവയിലും. 4-ാം സെമസ്റ്ററിൽ ഒരു ലാബേ ഉള്ളൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബ്, അത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്യേണ്ടത്. 5-ാം സെമസ്റ്ററിൽ 2 ലാബുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ലാബ്, ഇത് 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് 2 C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്യാനുള്ളത്. അടുത്തത് അസംബ്ലർ, ഇത് മൈക്രോസോഫ്റ്റ് അസംബ്ലർ ആയ മാസത്തിലും ചെയ്യണം. അടുത്ത സെക്ഷൻ മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളറാണ്, ഇത് അതിൻ്റേതായ ട്രെയിനിങ് കിറ്റുകളിലുമാണ് ചെയ്യേണ്ടത്. അടുത്ത ലാബ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ലാബ്, ഇത് RDBMS പാക്കേജിനെ ബേസ് ചെയ്തിട്ടുള്ള ലാബാണ്. ഇത് നമ്മൾ SQLും PLSQLുമായിട്ട് ചെയ്യുന്നു. 6-ാം സെമസ്റ്ററിൽ ഒരു ലാബേ ഉള്ളൂ, നെറ്റ്വർക്കിംഗ് ലാബ്, ഇത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്യേണ്ടത്. കൂടാതെ 2 ടൂളുകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് വയർഷാർക്ക്, 2 പാക്കറ്റ് ട്രേസർ. 7-ാം സെമസ്റ്ററിൽ ഒരു ലാബേ ഉള്ളൂ, കമ്പൈലർ ലാബ്, ഇത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ലെക്സിലും യാക്കിലുമായിട്ടാണ് ചെയ്യേണ്ടത്. ഇത്രയും ലാബുകളാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത്. ആദ്യ സെമസ്റ്റർ 4-ലെ ഓപ്പറേഷണൽ ലാബിൻ്റെ എക്സ്പെരിമെൻറ്റുകളുടെ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. Thank you so much for visiting our channel and for patient hearing. See you in the next video. Till then, bye.